ഗൈസ്, നമ്മളിന്ന് വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാമ്പാറിലോട്ട് നമുക്ക് ഏതൊക്കെ പച്ചക്കറികൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചക്കറികൾ കഴുകിയെടുത്തിട്ടുണ്ട്. എന്തായാലും വെണ്ടക്കായ, ഉരുളൻകിഴങ്ങ്, സബോള, തക്കാളി, കുമ്പളങ്ങ, മുരിങ്ങക്കായ നമ്മൾ സാമ്പാറിൽ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ കുക്കറിലോട്ട് 1/4 കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകിയെടുത്തു. അതിലോട്ട് പയറ്, സബോള, കുമ്പളങ്ങ, ഉരുളൻകിഴങ്ങ്, മത്തങ്ങ, കൊത്തമര എന്നിവ ചേർത്ത് കൊടുത്തു. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി നമുക്കിതിലോട്ട് പുളി പിഴിഞ്ഞൊഴിക്കണം. ഞാനിവിടെ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത്. പച്ചക്കറികളുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിലടിച്ചത് വേവിച്ചെടുക്കാം. മറ്റൊരു പാത്രത്തിലെ വെണ്ടക്കായ, തക്കാളി, മുരിങ്ങക്കായ എന്നിവ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചക്കറികളുടെ ഒപ്പത്തിന് തന്നെ നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നാളികേരം വറുത്തരയ്ക്കാനായിട്ട് നോക്കാം. അപ്പം ഞാനിവിടെ ചീൻചട്ടി അടപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയും 1/2 മുറി നാളികേരവും 10 ചുവന്നുള്ളിയും 6 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുകയാണ്. ഉലുവ പൊട്ടിയതിനു ശേഷം വേണം നാളികേരം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലപോലെ നാളികേരം മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം പൊടിയും ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പ് പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായി ഒന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ചൊഴിക്കണം. താളിക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകും മല്ലിയിലയും മുഴുവൻ മുളകും ഇട്ടിട്ടാണ് പൊട്ടിച്ചെടുത്തത്. അത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വറുത്തരച്ച സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിനു ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.